Hi, Namaste, welcome back to WinTrader. Minimum investment on maximum profit നേടാൻ പറ്റുന്ന ഒരേ ഒരു ട്രേഡാണ് ഓപ്ഷൻസ്. പക്ഷേ മാർക്കറ്റ് വോളറ്റൈൽ ആകുമ്പോൾ നമുക്ക് ആക്ച്വലി ഓപ്ഷൻസിന് മിക്കവാറും എല്ലാവർക്കും പ്രോഫിറ്റിന് പകരം ലോസ് ആണ് ഉണ്ടാകാറ്. പ്രത്യേകിച്ച് ഇന്നത്തെയും മാർക്കറ്റ് പോലുള്ള മാർക്കറ്റ്. അപ്പം ഇന്നലേക്കാണെങ്കിൽ ഒരുപാട് സൈഡ് വേസിന് ശേഷം നിഫ്റ്റിയിലാണെങ്കിലും നിഫ്റ്റിയുടെ ഓപ്ഷൻസിലാണെങ്കിലും ഒരു ഹ്യൂജ് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇന്ന് ഫുൾ ഡൗൺ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ മാർക്കറ്റിലൊക്കെ എങ്ങനെ ഓപ്ഷൻസിൽ സ്ട്രൈക്ക് പ്രൈസ് ഏത് സെലക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ആക്ച്വലി കൺഫ്യൂഷനാണ്. അപ്പം നിഫ്റ്റിയുടെയും അതിൻ്റെ ഓപ്ഷൻസിൻ്റെയും ലൈവായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യാം, പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി എവിടെ നിന്ന് എടുക്കാം എന്നുള്ളത് ഞാൻ ആക്ച്വലി ഇന്നത്തെ കാണിച്ചു തരാം. അതും ഒരു ഹ്യൂജായിട്ട് അടിച്ചിറങ്ങുന്ന മാർക്കറ്റിൽ അത് എവിടെ നിന്ന് ചെയ്യാം, പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസിൻ്റെയും ബേസിസിൽ ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോടുകൂടി നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം ഓപ്ഷൻസ്. സക്സസ് നിങ്ങൾ ആക്ച്വലി ഗ്യാപ് ഡൗൺ മാർക്കറ്റിൽ എങ്ങനെ ആക്ച്വലി ഒരു ഓപ്ഷൻസിൽ പെർഫെക്റ്റായി മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ സീമ കൃഷ്ണ. ഇന്നത്തെ ലൈവ് വീഡിയോ, അതായത് നിഫ്റ്റിയുടെ ലൈവ് വീഡിയോ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി എന്നെ വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യുക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ്. ആക്ച്വലി ഓപ്ഷൻസ് എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്ന് ആക്ച്വലി 2 ഡിസംബർ. അപ്പോൾ ഇന്നത്തെ ലൈവാണ് ഈ കാണുന്നത്. ഇന്നൊരു ഡൗൺ ആയിട്ട് ചിറകിയിട്ടും അതേപോലെ ഇന്നലത്തെ മാർക്കറ്റും കുറേ സൈഡ് വേസിന് ശേഷവും ഒരു ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ മാർക്കറ്റുകളിലൊക്കെ ആക്ച്വലി പ്രോഫിറ്റ് എങ്ങനെ നേടാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ആക്ച്വലി ഈ റെഡ് കളർ ഡൗൺ ആരോ സെൽസുകൾ വന്ന ടൈം ഈ മുകളിൽ കൊടുത്തിട്ടുണ്ട്. 1:30 ഇന്നലെ 18,932 ഇതിലാണ് ആക്ച്വലി സെല്ല് തന്നിരുന്നത്. 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആക്ച്വലി എൻട്രി എടുക്കാനായിട്ട് ഇവിടെ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ, അതേപോലെ തന്നെ ഒരു അടിച്ചിറങ്ങുന്ന ക്യാൻഡിൽ നമുക്ക് കണ്ണ് ചിമ്മുന്ന വേഗതയിലാണ് മാർക്കറ്റ് അടിച്ച് താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതുപോലത്തെ മാർക്കറ്റൊക്കെ നമ്മൾ ആ ഒരു സെക്കൻഡ് ക്യാൻഡിൽ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം സിഗ്നൽ തന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളറ്, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസ് ഇൻ സെൽ സോൺ, ഇത് 3ഉം ഓക്കെ ആവുകയാണെങ്കിൽ രണ്ടാമത്തെ ക്യാൻഡിൽ എടുക്കാം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഒരു ഹ്യൂജ് ക്യാൻഡിൽ ഒരു ഡൗൺ ആയിട്ട് അവിടെ സിഗ്നൽ പിക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത്. അവിടെ എപ്പോഴും അടിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഡൗൺ പോയല്ലോ, ഇനി ഡൗൺ പോകത്തില്ലല്ലോ എന്ന് ആലോചിച്ചാൽ അവിടെ നിന്ന് ഒരിക്കലും പിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സിഗ്നൽ ഒരു ഡൗൺ ആകട്ടെ, ഇപ്പോൾ അവിടെ ആകട്ടെ പുട്ട് ഓപ്ഷൻ ആകട്ടെ, അവിടെ മേടിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം എപ്പോഴും ആ മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് അടിച്ചിട്ട് തിരിച്ചിറങ്ങണം, അത് എപ്പോഴും ഉള്ള ഒരു വസ്തുതയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി പ്രോപ്പർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. ആ സപ്പോർട്ട് ലെവൽ നോക്കിയിട്ട് അവിടെ നിന്ന് എൻട്രി എടുത്താലേ നമുക്ക് ആക്ച്വലി അതിലൊരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നലെ ആകട്ടെ നമുക്ക് ആക്ച്വലി ഇന്നലെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു എൻട്രി പോയിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഇന്നലെ ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു ചെറിയ ബൈയുടെ ഹൈക്ക് പോയിട്ടുണ്ട്. ഒരു ചെറിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ 18,951 ശേഷം നമുക്ക് ഇവിടം വരെ ഒരു ചെറിയൊരു ബൈ ഹൈക്കിൽ പോയതല്ലാണ്ട് ഇവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ സെല്ലിനാകട്ടെ നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഇതുപോലത്തെ മാർക്കറ്റൊക്കെ നമ്മൾ ഓപ്ഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ പോയിന്റ് നമ്മൾ ഒരു ചെറിയ പോയിന്റ്, ഇപ്പോൾ 10 പോയിന്റ് 15 പോയിന്റ് ഒക്കെ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് നമ്മൾ ആക്ച്വലി ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും അവിടെ നമുക്ക് ആക്ച്വലി ഒരു ഡൗൺ, നമുക്ക് ആക്ച്വലി ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടേ വരത്തുള്ളൂ. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഇപ്പം ഇന്നത്തെ എൻട്രി എവിടെ നിന്നാണ് ഞാൻ പറയാം. ഇന്ന് സോഫ്റ്റ്വെയർ സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നിരിക്കുകയാണ്. സപ്പോർട്ട് ഇവിടെ നിന്ന് ആക്ച്വലി ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. ഈ ബ്ലൂ കളർ സ്റ്റാർ ഇന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂ കളർ സ്റ്റാർ ഇന്ന് ബ്രേക്ക് ചെയ്ത പോയിന്റ് അപ്രോക്സിമേറ്റ് 18,845 ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അപ്രോക്സിമേറ്റ് 18,766 വരെ, ഒരു 58 വരെയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അതിന് അപ്പോൾ ആ സമയത്ത് 18,800 സംതിങ് ആയതുകൊണ്ട് ആ സമയത്ത് ഞാൻ പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. 19,000 പുട്ട്. ഇപ്പം ഇന്നലെ വന്ന ബൈയുടെ തന്നെ കണ്ടിന്യൂവേഷൻ പോയിട്ടുണ്ട്. രാവിലെ തന്നെ നമുക്ക് ആക്ച്വലി ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിച്ച് നമുക്ക് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. 270 നമ്മൾ എടുക്കാമായിരുന്നു. 270 342 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടായിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. എന്തായാലും 286 പിന്നെയും നമുക്ക് അവിടെ നിന്ന് എൻട്രി പോയിട്ടുണ്ട്. 342 വരെ പെർഫെക്റ്റ് ഒരു നല്ലൊരു എൻട്രി നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു പ്രോഫിറ്റ്, ഒരു ഹ്യൂജ് റിട്ടേൺസ് നമ്മൾ ആക്ച്വലി ഈ പോയിന്റിൽ നിന്ന് ഏൺ ചെയ്തിരുന്നു. ഈ പോയിന്റിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തത് ഒരു 286 നിന്നാണ്. നമുക്ക് ആക്ച്വലി എക്സിറ്റ് ചെയ്തത് ഒരു 342 നിന്ന്. ഓക്കെ, 286 നമ്മൾ 342 വരെ നമുക്ക് പോയി. ഇവിടെ നിന്നൊരു ശകലം ഡൗൺ ഇഷ്യൂ വന്നിട്ടുണ്ട്.
അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആക്ച്വലി അവിടെ നിന്നൊരു നമുക്കൊരു എക്സിറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, ഒരു എക്സിറ്റ് വേണമെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം. ബൈ തന്നെയാണ്, പക്ഷെ വേണമെങ്കിൽ അവിടെ നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് മെയിനായിട്ട് നമ്മൾ ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് അപ്പ് മാർക്കറ്റുകളിൽ നമ്മൾ സിഗ്നൽസ് അവിടുന്ന് ആ സെക്കൻഡ് ക്യാൻഡിൽ, അതായത് നമ്മുടെ സിഗ്നൽസ് വരുന്ന കൺഫർമേഷൻ വരുന്നത് പ്രകാരവും നമ്മൾ ആക്ച്വലി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കൺഫേം ആയിരുന്നാലും നമുക്കൊന്ന് പുൾ ബാക്ക്, കാരണം ഒന്ന് പുൾ ബാക്ക് മാർക്കറ്റ് അടിച്ചിട്ട് അവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ മാത്രമേ എടുക്കാവുള്ളൂ. അതായത് ഇപ്പം ഇന്നത്തെ നോക്കട്ടെ, ഇന്നലത്തെ ആവട്ടെ, ഇപ്പോൾ ഇവിടുന്ന് ഗ്യാപ്പ് അപ്പ് കയറിയിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരു ഡൗണും കിട്ടുന്നില്ല, അത്രയും തന്നെ തിരിച്ചു പോകും. ഒരു ചെറിയ പോയിന്റ്, ഇതുപോലത്തെ പോയിന്റുകളിൽ ചെറിയ ലോട്ട്, അതായത് സ്കൽപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയാണ് കാണിച്ചത്. അതേപോലെ തന്നെ വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെയും കൂടെ കാണിച്ചു തന്നേക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നും സെയിം അതേ സിറ്റുവേഷനാണ്, സെയിം ഗ്യാപ്പ് ഡൗൺ, അതായത് ഇന്ന് സിഗ്നൽ വന്നിട്ടുണ്ട്. ഇതേപോലെ ഇന്നലെ കുറേ സൈഡ് വേസിന് ശേഷം പ്രോപ്പർ ബ്രേക്ക് ഡൗൺ വന്നിട്ട് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആക്ച്വലി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ സൈഡ് വേ പിക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ആക്ച്വലി നമ്മൾക്ക് എക്സ്ട്രാ കളേഴ്സ് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയൊരു സൈഡ് വേസ് ക്യാൻഡിൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ എൻട്രികളൊക്കെ ചെറിയ പോയിന്റിൽ എക്സിറ്റ് ചെയ്യുക. റിസ്കിൽ ഒരു ചെറിയ ഒരു ടാർഗറ്റ് എടുത്തിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ അടിച്ചിറങ്ങിയ ക്യാൻഡിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഔട്ട് ലെവൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഒരു 43,313 നമുക്ക് ആക്ച്വലി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 183 വരെ ഡൗൺ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആക്ച്വലി ബ്രേക്ക്ഔട്ട് പോകുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് ആക്ച്വലി അപ്രോക്സിമേറ്റ് 43,500 ഒരു പുട്ട്, 200 സംതിങ് ആണ്, 400 500 പുട്ട് എടുക്കാമായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റാണ്. ഇപ്പോൾ റീ എൻട്രി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഓപ്ഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് മാർക്കറ്റുകൾ സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ ഹെൽപ്പ് ചെയ്തുതരാം. ഓക്കെ.